Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കിയാലോ. കുട്ടികൾക്കൊക്കെ ബേക്കറി ഐറ്റംസ് കൊടുക്കുന്നതിന് പകരം ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാക്കറ്റിൽ അപ്പം ഇടിയപ്പം പൊടി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി അല്ലെങ്കിൽ നമുക്കൊരു 4-5 ഏലക്ക എടുത്ത് ഇതിലോട്ട് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടുവെള്ളം നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഇതിൽ ആഡ് ചെയ്തു എന്ന് ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടെടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/4 കപ്പ് ശർക്കരയും കൂടെ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ച മാവിന് ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഉരുളാക്കിയെടുക്കാം. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ എടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിത് നടുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ നടുക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ശർക്കരയും തേങ്ങയും ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അളവ് കുറയ്ക്കുന്നത്. പക്ഷെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാവ് കുറച്ചിട്ട് ഫില്ലിങ്സ് കൂട്ടുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നമുക്കിതുപോലെ ഇതൊന്ന് കവർ ചെയ്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ന്യൂട്രീഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് ലോസ് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കുക. അതിനുശേഷം അതൊന്ന് കവർ ചെയ്ത് നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. ശർക്കരയും തേങ്ങയും കൂടുതൽ വെച്ചിട്ട് മാവ് കുറച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി കാണും. ഞാൻ പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ലിങ്സ് കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കൊഴുക്കട്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയപ്പോൾ എനിക്ക് 9 കൊഴുക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. അതിൽ നമ്മുടെ കൊഴുക്കട്ട ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കൊഴുക്കട്ട എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.